interpretation to another's statement than to condemn it. അപ്പം നമ്മൾ കണ്ടം ചെയ്യുക എന്നുള്ളതല്ല നമ്മളുടെ പ്രധാനമായിട്ടുള്ള ഡ്യൂട്ടി വരേണ്ടത്, ഫേവറബിൾ ആയിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പം മറ്റൊരാൾക്ക് വേറൊരാളെ പറ്റി റാഷ് ജഡ്ജ്മെന്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് നമുക്ക് കടമയുണ്ട്. എന്തുകൊണ്ടാണ് അയാളത് അങ്ങനെ വിചാരിക്കുന്നതെന്ന് ചോദിക്കാനും. അപ്പം നമ്മൾക്ക് ഫാക്ട്സ് ഒക്കെ അറിയാം, ഇത് റാഷായിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ്, ശരിയായിട്ടുള്ള അല്ല എങ്കിൽ അത് തിരുത്താനും നമ്മൾക്ക് കടമയുണ്ട്. The Christian should try all suitable ways to bring the other to a correct interpretation so that he may be saved. അപ്പം ഇങ്ങനെ റാഷ് ജഡ്ജ്മെന്റ് ചെയ്യുന്ന ആൾക്കാരെ തിരുത്താനും നല്ല വഴിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് എല്ലാവർക്കും ക്രിസ്ത്യൻസ് എന്നുള്ള നിലയിൽ കടമയുണ്ട്. In order to control this inveterate tendency to praise ourselves and blame others, അതാണ് നമ്മളുടെ ഫോളൻ നേച്ചർ കൊണ്ട് വന്നിരിക്കുന്നത്. നമ്മളെ തന്നെ പ്രൈസ് ചെയ്യാനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുമായിരിക്കും നമുക്ക് എപ്പോഴും ടെൻഡൻസി ഉണ്ടാകുക. So it's necessary to leave both ourselves and others in God's hands and trust that in the final judgment, the truth will then appear. Those who deserve to be rewarded will receive the merit they had earned. Those who are to be punished will be visited by their just deserts. നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ മുന്നേ ഒത്തിരി പ്രാവശ്യം കണ്ടതാണ്. അന്ത്യവിധിയുടെ സമയത്തെ ശരിക്കും എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തപ്പെടുകയുള്ളൂ. നമ്മൾ ഇതിനു മുന്നേ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. ഒരാളുടെ ചെയ്തികൾ നമ്മൾ വിധിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പോലെ അല്ല ദൈവം കാണുക. നമ്മൾ ഒരാളെ കുറ്റം വിധിച്ചാൽ അത് ശരിയായിരുന്നോ അല്ലെങ്കിൽ നമ്മൾ വിധിച്ച അത്ര പ്രശ്നമുള്ള കാര്യമാണെന്നോ ഇതൊക്കെ അറിയണമെങ്കിൽ അന്ത്യവിധിയുടെ സമയത്തെ അത് അറിയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഡിസേർവ് ചെയ്യുന്നില്ല എന്ന ആൾക്കാരെ പറ്റി പറയുന്ന കാര്യങ്ങളായിരിക്കും അയാൾക്ക് വളരെയധികം ഡിസേർവ് ചെയ്യുന്നതും, ഒരാൾക്ക് കിട്ടിയ കാര്യങ്ങൾ ഒരുപക്ഷെ അയാൾ ഡിസേർവ് ചെയ്യുന്നതുമല്ലായിരിക്കും. ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ ലാസ്റ്റ് അന്ത്യവിധിയുടെ സമയത്ത് മാത്രമേ നടക്കൂ എന്നാണ് പറയുന്നത്. During our mortal stay on earth, all definitive judgments about people, whether ourselves or others, are premature. അതുകൊണ്ടാണ് നമ്മളുടെ എല്ലാ ജഡ്ജ്മെന്റ്സ് എല്ലാം റാഷ് ആയിരിക്കും എന്ന് പറയുന്നത്. കാരണം നമ്മൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ഒരു ജഡ്ജ്മെന്റ് പറയാനായിട്ട് സാധിക്കില്ല. Only God at the end of time has the right to decide conclusively about the human heart. ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, മനുഷ്യരുടെ വിചാരങ്ങളെ അറിയുന്നവെന്ന് പറഞ്ഞു. അപ്പൊ ഈശോയ്ക്ക് മാത്രമേ ഒരാളുടെ ഹൃദയവികാരങ്ങളെ അറിയാനും എന്തുകൊണ്ട് ഓരോരുത്തർ ഓരോ കാര്യം ചെയ്തു എന്ന് തീരുമാനിക്കാനുമായിട്ടുള്ള റൈറ്റ് ഉള്ളൂ. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ പറ്റി ചെയ്യുന്ന റാഷ് ജഡ്ജ്മെന്റ്സ് എല്ലാം സിൻഫുൾ ആണ്. ബേസ് ഇല്ലാതെ, എവിഡൻസ് ഇല്ലാതെ ഒരാളെ പറ്റി നമുക്കൊരു ജഡ്ജ്മെന്റിൽ എത്താനായിട്ട് സാധിക്കില്ല. ഇനി മൂന്നാമത്തെ ഒഫൻസ് സത്യത്തിനെതിരായിട്ടുള്ളത് ഡിട്രാക്ഷൻ. എന്താണ് ഡിട്രാക്ഷൻ? ഹി ബിക്കംസ് ഗിൽറ്റി ഓഫ് ഡിട്രാക്ഷൻ ഹു വിതൗട്ട് ഒബ്ജക്റ്റീവ്ലി വാലിഡ് റീസൺ discloses another's faults and failings of which that the other is really guilty or at any rate is seriously believed to be guilty by the defamer to persons who did not know them. നമ്മൾ സാധാരണ ഗോസിപ്പ് പറയുക, എല്ലാവരും അപവാദം പറയുകയെന്ന് മലയാളത്തിൽ ഒറ്റവാക്കിൽ പറയുന്നുണ്ട്. ഈ ഡിട്രാക്ഷന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഈ പറയുന്ന ആള് സത്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ സത്യമാണെന്ന് അയാൾക്ക് പൂർണ്ണമായിട്ടും ബോധ്യമായിട്ടുള്ള ഒരു കാര്യം ഇത് അറിയത്തില്ലാത്ത ഒരാളോട് പറയുന്നതിനെയാണ് ഡിട്രാക്ഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ അതിന് ജസ്റ്റിഫൈ ചെയ്യുന്നത്, ഞാൻ കള്ളമൊന്നുമല്ല പറഞ്ഞത്, സത്യമായിട്ടുള്ള കാര്യമാണല്ലോ പറഞ്ഞത് എന്നാണ് നമ്മളെ പറയുക. അപ്പം പലപ്പോഴും ഇതൊരു തെറ്റാണെന്ന് തന്നെ നമ്മൾക്ക് അറിയാറില്ല. കാരണം ഒരാളെ പറ്റി നമ്മളൊരു അയാളുടെ ഒരു തിന്മ അറിഞ്ഞു, അല്ലെ അയാൾ ചെയ്ത ഒരു മോശം കാര്യം അറിഞ്ഞാൽ അത് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഒരു തെറ്റാണെന്ന് നമ്മൾക്ക് പലപ്പോഴും അറിയാറില്ല. കാരണം അവയർനെസ് നമുക്ക് പലപ്പോഴും ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നുണയായിട്ടുള്ള ഒരു കാര്യം പറയുന്നത് മാത്രമേ നമ്മൾ അപവാദമായിട്ട് കണക്കാക്കാറുള്ളൂ. എന്നാൽ സത്യമായിട്ടുള്ള ഒരു കാര്യം അത് അറിയത്തില്ലാത്ത ഒരാൾക്ക് അത് അറിയാൻ അവകാശമില്ലെങ്കിൽ നമ്മൾ അയാളോട് പറഞ്ഞാൽ അത് വളരെ വലിയ ഒരു മോർട്ടൽ സിന്നാണ്. ഒന്നുകൂടെ നോക്കാം എന്താണ് ഡിട്രാക്ഷൻ എന്ന്. ഡിട്രാക്ഷൻ ഈസ് ദ സിൻ ഓഫ് റിവീലിംഗ് അനദർ പേഴ്സൺസ് റിയൽ ഫോൾട്സ് to a third person without a valid reason, thereby lessening the reputation of that person. അപ്പൊ ഇവിടെയും ഈ ഒഫൻസ് അഗെയിൻസ്റ്റ് ട്രൂത്തിന്റെ എല്ലാത്തിന്റെയും പ്രശ്നം ഇവിടെയും മറ്റേയാളുടെ, അതായത് ചാരിറ്റിക്ക് എതിരായിട്ടുള്ള ഒരു തിന്മയാണിത്. മറ്റൊരാളുടെ പരസ്നേഹത്തിനെതിരായിട്ട് അയാളുടെ റെപ്യൂട്ടേഷനെ മോശമാക്കുന്ന രീതിയിൽ ആണ് ഇവിടെ കാര്യങ്ങൾ സംഭവിക്കുക. അത് സത്യം തന്നെയാണെങ്കിലും നുണയാണെങ്കിലും ഒക്കെ. അപ്പോൾ ഒരാളുടെ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു തിന്മ
ഒരു തേർഡ് പാർട്ടിയോട് പ്രത്യേകിച്ച് വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ ഇല്ലാതെ, അത് ശ്രദ്ധിക്കണം, വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ ഇല്ലാതെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്താൽ അത് ഒരു തിന്മയാണ്. അതാണ് സിൻ ഓഫ് ഡിട്രാക്ഷൻ. ഇനി 4ാമത്തെ ഒഫൻസ് കലുംനി അല്ലെങ്കിൽ സ്ലാൻഡർ എന്ന് പറയും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അപവാദം പറയുക എന്നൊക്കെ മലയാളത്തിൽ പറയാം. ഹി ബിക്കംസ് ഗിൽറ്റി ഓഫ് കലുംനി ഹു ബൈ റിമാർക്സ് കോൺട്രറി ടു ദ ട്രൂത്ത് harms the reputation of others and gives occasion for false judgments concerning them. ഇവിടെ സത്യത്തിന് കോൺട്രറി ആയിട്ടുള്ള, സത്യമല്ല ശരിക്കും നുണയായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ കലുമിനിയിൽ സംഭവിക്കുന്നത്. ഈ പറയുന്ന ആള് നുണയായിട്ടുള്ള ഒരു കാര്യമാണ് മറ്റുള്ള ആൾക്കാരോട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ റെപ്യൂട്ടേഷന് വലിയ പ്രശ്നമുണ്ടാകുന്നു. അതുമാത്രമല്ല, ഇത് കേൾക്കുന്ന ആൾക്ക് ആരെ പറ്റിയാണ് ഇത് പറഞ്ഞത്, അയാളെ പറ്റിയുള്ള അയാളുടെ മനോഭാവം മാറുകയും ഫോൾസ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്സ് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഇത് വലിയൊരു മാരകഭാവമാണ്. ഇനി എന്താണ് നമ്മളിപ്പോ കണ്ടു, ഡിട്രാക്ഷനും കലുമിനിയും കണ്ടു. രണ്ടും അപവാദം പറയുകയാണ്, മറ്റുള്ള ആൾക്കാരെ പറ്റി പറയുന്ന കാര്യങ്ങളാണെന്ന് നമ്മൾ കണ്ടു. അപ്പൊ എന്താണ് ഈ ഡിട്രാക്ഷനും കലുമിനിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. നമ്മൾ കണ്ടതാണ്, എന്നാലും ഒന്നും കൂടെ നോക്കാം. ഡിട്രാക്ഷൻ ഡിഫേഴ്സ് ഫ്രം ദ സിൻ ഓഫ് കലുമിനി and the civil wrong of defamation, which generally involved false accusation rather than unflattering truths. An important difference between detraction and calumny is at once apparent. The calumniator says what he knows to be false, while the detractor narrates what he at least honestly think is true. അപ്പൊ ഇതാണ് calumniator നടത്തുന്നത്, നുണ പറയലാണ്, ശരിയായ അപവാദം പറയുന്നു. ഡിട്രാക്ഷനിൽ നടക്കുന്നത് ശരിക്കുള്ള സത്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായും സത്യമാണ് എന്ന് സാഹചര്യങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം. ഇത് രണ്ടാണെങ്കിൽ, സത്യമാണെങ്കിലും നുണയാണെങ്കിലും മറ്റുള്ളവരെ പറ്റി വേറെ ആൾക്കാരോട് പറഞ്ഞു വരുത്തിയാൽ അത് വളരെ മാരകമായിട്ടുള്ള പാപമാണ്. ടു ടെൽ ലൈസ് അബൌട്ട് അനദർ പേഴ്സൺ ഈസ് കോൾഡ് calumny or slander. വളരെ സിമ്പിൾ ആയിട്ട് ഒന്നുകൂടെ പറയുന്നതാണ്. നുണ പറയുന്നത്, വേറെ ആൾക്കാരെ പറ്റി ഒരു നുണയായിട്ടുള്ള കാര്യം പറയുന്നത് calumny, to reveal the hidden faults or sins of another without sufficient cause in such wise that the person's reputation or good name is seriously damaged is called the sin of detraction. Sin of detraction-ൽ ഒരാളുടെ മറ്റൊരാൾ അറിയത്തില്ലാത്ത പാപങ്ങൾ വിളിച്ചു പറയുന്നത്. ഇത് രണ്ടും ഗോസിപ്പ് എന്ന പാപത്തിൽ പെടുന്നതാണ്. Whenever we reveal the sins, actual or imagined, ശരിക്കുള്ളതോ അല്ലെങ്കിൽ ഇല്ലാത്തതോ ആയിട്ടുള്ള പാപങ്ങൾ നമ്മൾ മറ്റുള്ളവരുടേത് പറയുമ്പോൾ, we commit ourselves the grave sins of detraction and calumny. The section Respect for Truth in the Catechism of the Catholic Church contains the following line: No one is bound to reveal the truth to someone who does not have the right to know it. അപ്പൊ ഇതാണ് ഇതിൻ്റെ അകത്തെ ഒരു ക്ലോസ്. നമ്മൾ സത്യമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും മറ്റൊരാളോട് പറയുമ്പോൾ അയാൾക്ക് അത് കേൾക്കാനായിട്ട് അയാൾ അർഹതയില്ലെങ്കിൽ, അയാൾ അത് കേൾക്കേണ്ട ആളല്ലെങ്കിൽ നമ്മൾ യാതൊരു കാരണവശാലും അത് പറയാനായിട്ട് പാടുള്ളതല്ല. ദ ട്രൂത്ത് ഈസ് നോട്ട് ഡിഫെൻസ്. CCC 2488-89 പറയും. നമ്മൾ സാധാരണ, ഞാൻ പറഞ്ഞത്, നമ്മൾ പറയുന്ന എക്സ്ക്യൂസ് ആണ്, ഞാൻ നുണയല്ലല്ലോ പറഞ്ഞത്, അല്ലെ സത്യമായിട്ടുള്ള കാര്യമാണല്ലോ ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നത്. അത് ഒരു ഡിഫെൻസ് അല്ല എന്ന് കൃത്യമായിട്ട് കാറ്റഗിസം പറയുന്നു. കാരണം എന്താണ്? ദ റൈറ്റ് ടു കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ട്രൂത്ത് ഈസ് നോട്ട് അൺകണ്ടീഷണൽ. അപ്പൊ ഈ ട്രൂത്ത് പറയുക എന്നുള്ളത് കാര്യം അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല, അത് വളരെ കണ്ടീഷണൽ ആയിട്ടുള്ള കാര്യമാണ്. Even if someone should ask us whether a person is guilty of a particular sin, we are bound to protect that person's good name unless there is proportionate good involved. We cannot use as our defense the fact that something we have said is true. If a person does not need to know the sin of another person, then we are not free to divulge that information. മറ്റൊരാൾ നമ്മളോട് ചോദിച്ചാൽ പോലും, വേറൊരാളുടെ കാര്യത്തെ പറ്റി ചോദിച്ചാൽ പോലും, ഈ ചോദിക്കുന്ന ആൾക്ക് അതറിയേണ്ട കാര്യമില്ലെങ്കിൽ നമ്മൾ ഇത് പറയാനായിട്ട് പാടുള്ളതല്ല. ഇനി പറഞ്ഞാൽ അതിൽ നിന്ന് അതീവ നന്മയുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതിൽ പ്രശ്നമില്ല. അപ്പൊ ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം. നമ്മൾ പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് സംഭവിക്കുക, നന്മയാണോ തിന്മയാണോ ഉണ്ടാകുന്നത്? ഈ കേൾക്കുന്ന ആൾക്ക്
അതുകൊണ്ട് എന്താണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇത് പറയുന്നത് കൊണ്ട് അതിൻ്റെ ഇഫക്റ്റ് എന്താണ്, ഇതിനെ ബേസ് ചെയ്താണ് നമ്മളൊരു കാര്യം പറയണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. Everyone must conform his life to the gospel precept of fraternal love. This requires us in concrete situations to judge whether or not it is appropriate to reveal the truth to someone who asks for it. നമ്മൾ പറഞ്ഞല്ലോ, ഇതിന്റെ എല്ലാ അടിയിൽ കിടക്കുന്നത് ചാരിറ്റി എന്നുള്ളതാണ്. ചാരിറ്റി എങ്ങനെ വരുന്നു? ഒരാളുടെ റെപ്യൂട്ടേഷൻ എന്നുള്ളത് അയാളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അപ്പൊ ഈ റെപ്യൂട്ടേഷനെ തകർക്കുന്ന എന്ത് ചെയ്താലും നമ്മൾ പരസ്നേഹത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന പ്രവൃത്തിയാണ്. പരസ്നേഹത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ നമ്മൾ ദൈവസ്നേഹത്തിൽ നിന്ന് മാറുന്നു, ആ കവനന്റിൽ നമ്മൾ ബ്രേക്ക് ഉണ്ടാകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സിൻ ഓഫ് ഡിട്രാക്ഷനും സിൻ ഓഫ് കലുമിനിയും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട. ഇതിൽ തന്നെ നമ്മളെല്ലാവരും സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യമാണ് സിൻ ഓഫ് ഡിട്രാക്ഷൻ. കാരണം നമ്മൾ സത്യമാണല്ലോ എന്നുള്ളൊരു എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് കണ്ട്. CCC 2488-89 Charity and respect for the truth should dictate the response to every request for information or communication. The good and safety of others, respect for privacy, and the common good are sufficient reasons for being silent about what ought not to be known, for making use of a discreet language. The duty to avoid scandal often commands strict discretion. No one is bound to reveal the truth to someone who does not have the right to know it. നമ്മൾ പറഞ്ഞു പോയ കാര്യം വീണ്ടും ഒന്നുകൂടെ ഉറപ്പിക്കുന്നതാണ്. അതായത് മറ്റുള്ളവരുടെ നന്മ, റെസ്പെക്ട് ഫോർ പ്രൈവസി, പിന്നെ ഇത് പറഞ്ഞത് കൊണ്ട് ദോഷമേ ഉണ്ടാവുകയുള്ളൂ. അപ്പം കോമൺ ഗുഡിന് വേണ്ടിയിട്ട് നമ്മൾ പറയേണ്ട നമ്മൾ മറക്കേണ്ട കാര്യങ്ങൾ മറക്കണം. നമ്മളെ ലാംഗ്വേജ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കണം. സ്കാൻഡൽസ് ഒക്കെ ഒഴിവാക്കേണ്ട സമയത്തൊക്കെ നമ്മൾ പല കാര്യങ്ങളും സത്യം വെളിപ്പെടുത്തേണ്ട ആൾക്കാരോട്, സത്യം അറിയേണ്ടാത്ത ആൾക്കാരോട് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ഡിസ്ക്രീറ്റ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കെയർഫുൾ ആൻഡ് പ്രൂഡന്റ് ഇൻ വൺ സ്പീച്ച് ഓർ ആക്ഷൻ, എസ്പെഷ്യലി ഇൻ ഓർഡർ ടു കീപ് സംതിങ് കോൺഫിഡൻഷ്യൽ ഓർ ടു അവോയ്ഡ് എംബാരസ്മെന്റ്. ചില സമയത്ത് നമ്മൾക്ക് ഒരാൾ ചോദിച്ചാൽ സത്യം പറയാതെ തന്നെ നമ്മൾക്ക് വാക്കുകൾ കൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചുപയോഗിച്ചാൽ ഒരാളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഡിസ്ക്രീഷൻ നമുക്കറിയാം. The quality of behaving or speaking in such a way as to avoid causing offense or revealing confidential information. The freedom to decide what should be done in a particular situation. സാധാരണ ഇതാണ് ഡിസ്ക്രിപ്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക രണ്ടാമത്തെ മീനിങ്. പക്ഷെ ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ സ്പീക്കിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതാണ് ഡിസ്ക്രിപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡിട്രാക്ഷന്റെ ഗ്രാവിറ്റി എന്തുമാത്രം ഉണ്ടെന്ന് നോക്കാം. What is in our minds is eventually uttered by our tongues. The tongue is a small member of the body, but it possesses great power, either for good or for evil. നമുക്കറിയാലോ നാവിന്റെ ശക്തിയെ പറ്റിയുള്ളത്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ 3-ാം അധ്യായം 5-6 വരെയുള്ള വാക്യങ്ങൾ അറിയാം. The tongue is a small part of the body, but it makes great boasts. Consider what a great forest is set on fire by a small spark. The tongue also is a fire, a word of evil among the parts of the body. It corrupts the whole body, sets the whole course of one's life on fire, and is itself set on fire by hell. നാവ് തീയാണ് എന്ന് പറയുന്ന യാക്കോബ് ശ്ലീഹായുടെ ആ ഭാഗം. അപ്പം ഡിട്രാക്ഷന്റെ ഗ്രാവിറ്റിയെ പറ്റി ബോധ്യപ്പെടുത്തുന്ന സുവിശേഷ വാക്യങ്ങളാണ് ഇതെല്ലാം. വിശുദ്ധ ഫിലിപ്പ് നേരി ഡിട്രാക്ഷനെ കമ്പയർ ചെയ്തേക്കുന്നത് ടു സ്കാറ്ററിങ് ഫെദേഴ്സ് ഇൻ ദ വിൻഡ്. കാറ്റില് പറത്തിക്കളഞ്ഞ തൂവല് പോലെയാണ് ഡിട്രാക്ഷൻ എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എ ടാസ്ക് ആസ് ഇമ്പോസിബിൾ ആസ് അൺഡൂയിങ് ദ ഡാമേജ് ഇറ്റ് ഹാഡ് ഡൺ. നമ്മൾ തൂവലുകൾ പറത്തിക്കളഞ്ഞാൽ പിന്നെ നമുക്കതൊരിക്കലും കാറ്റിൽ പറത്തി വിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഈ ഡിട്രാക്ഷന്റെ പ്രശ്നം. നമ്മളത് കലുമിനി ആയിക്കോട്ടെ, കലുമിനിയിലൊരു സത്യമാണ് എന്നുള്ള കലുമിനിയിൽ കംപ്ലീറ്റ് നമ്മൾ നുണയായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഡിട്രാക്ഷൻ ആണ് നമ്മൾ സത്യമായിട്ടുള്ള ഒരു കാര്യം പോലും മറ്റുള്ളവരെ പറ്റി പറഞ്ഞ് പരത്തി കഴിയുമ്പോൾ അത് നമ്മൾക്ക് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാതെ ആവും. അപ്പം അതിന്റെ ഡാമേജ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ രണ്ട് പാപങ്ങളും കലുമിനിയും ഡിട്രാക്ഷനും ആർ വയലേഷൻസ് ഓഫ് ജസ്റ്റിസ്. നീതിയുടെ വയലേഷൻസ് ആണ്. എന്തുകൊണ്ടാണ്?
നീതി എന്ന് പറയുന്നത് ഒരാളുടെ റെപ്യൂട്ടേഷൻ അയാൾക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ് നീതി. അപ്പോൾ ആ നീതിക്കെതിരായിട്ടാണ് നമ്മൾ റെപ്യൂട്ടേഷനെ തകർത്താൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് രണ്ടും വയലേഷൻസ് ഓഫ് ജസ്റ്റിസ് ആകുന്നത്. ഇനി ഡിട്രാക്ഷൻ എങ്ങനെയാണ് അൻ ഒഫൻസ് അഗെയിൻസ്റ്റ് ട്രൂത്ത് ആകുന്നത്? കാരണം ഡിട്രാക്ഷനിൽ നമ്മൾ പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ പിന്നെ അതെങ്ങനെയാണ് ഒരു ഒഫൻസ് അഗെയിൻസ്റ്റ് ട്രൂത്ത് ആകുന്നത്? കലുമിനി നമുക്കറിയാം, ഒരാൾ നുണയുണ്ടാക്കി പറയുകയാണ്. പക്ഷെ ഡിട്രാക്ഷൻ അങ്ങനെയല്ല, സത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷെ അതെങ്ങനെ ഒഫൻസ് അഗെയിൻസ്റ്റ് ട്രൂത്ത് ആകും? നമ്മൾ വീണ്ടും കാണുകയാണ്, സെയിം റീസൺ ആണ്. എ പേഴ്സൺസ് ഗുഡ് നെയിം ഈസ് ഹിസ് ഓർ ഹെർ പ്രോപ്പർട്ടി. ഇറ്റ് ബിലോങ്സ് ടു ദ പേഴ്സൺ കൺസേൺഡ് ആസ് എ സ്ട്രിക്റ്റ് റൈറ്റ്. Hence, the violation of a person's good name is a sin against the virtue of justice. അതായത് ഒരാളുടെ നല്ല പേര് അല്ലെങ്കിൽ അയാളുടെ എന്താണ് റെപ്യൂട്ടേഷൻ എന്നൊക്കെ പറയുന്നത് ദൈവമായിട്ട് ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൈറ്റായിട്ട് എല്ലാ ആൾക്കാർക്കും കൊടുത്തിരിക്കുന്നതാണ്. അപ്പം അതിനെതിരെയുള്ള എല്ലാ വയലേഷനും നീതിക്കെതിരെയുള്ള വയലേഷനാണ്. CCC 2479 പറയുന്നു, ഡിട്രാക്ഷൻ ആൻഡ് കലൂമനി ഡിസ്ട്രോയ് ദ റെപ്യൂട്ടേഷൻ ആൻഡ് ഓണർ ഓഫ് വൺസ് നെയ്ബർ. ഓണർ ഈസ് ദ സോഷ്യൽ വിറ്റ്നസ് ഗിവൺ ടു ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് എവ്രി വൺ എൻജോയ്സ് എ നാച്ചുറൽ റൈറ്റ് ടു ദ ഓണർ ഓഫ് ഹിസ് നെയിം ആൻഡ് റെപ്യൂട്ടേഷൻ ആൻഡ് ടു റെസ്പെക്ട്. Thus, detraction and calumny offend against the virtues of justice and charity. കാറ്റഗിസം വീണ്ടും വീണ്ടും ഇത് തന്നെ പറഞ്ഞു പോകുന്നതാണ്. അതായത് നീതിക്കും പരസ്നേഹത്തിനും എതിരായിട്ടുള്ള തിന്മയാണ്. അത് നമ്മൾ കണ്ടു. നീതിക്ക് എതിരായിട്ടുള്ള എന്തുകൊണ്ടാണ്? ഒരാളുടെ റൈറ്റ് ആണിത്. അപ്പൊ അതിനെ റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം മുടക്കുന്നതാണല്ലോ നീതി എന്ന് പറയുന്നത്. ഒരാൾക്ക് എന്താണോ റൈറ്റ് അത് കിട്ടിയിരിക്കണം എന്നുള്ളതാണ് നീതി. അപ്പൊ അത് ഇല്ലാതിരിക്കുമ്പോൾ, അതിനെതിരായി ചെയ്യുമ്പോൾ നീതിക്കെതിരായിട്ടുള്ള സിന്നാകുന്നു. പരസ്നേഹം, മറ്റുള്ള ആൾക്കാരുടെ റെപ്യൂട്ടേഷൻ കാക്കണം എന്നുള്ളത് പരസ്നേഹത്തിൽ പെടുന്നതാണ്. അപ്പൊ പരസ്നേഹത്തിന് എതിരായിട്ടുള്ള പാപം. അപ്പൊ ഈ രണ്ട് ഇതിനും എതിരായിട്ടുള്ള പാപമാണ് ഇത്. ലൈക്ക് ഇൻ ദ കേസ് ഓഫ് സ്റ്റീലിംഗ്, മോഷണത്തിൽ എന്ന പോലെ, ബോത്ത് calumny and detraction are violations of justice and both demand some kind of restitution. Restitution എന്താ നമുക്കറിയാം. The restoration of something lost or stolen to its proper owner or we compensate for injury or loss. അപ്പൊ നമ്മൾ മോഷ്ടിച്ചാൽ നമ്മൾ പറയുമല്ലോ അതിന്റെ പരിഹാരമാകണമെങ്കിൽ നമ്മളത് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അതിന് തുല്യമായ പരിഹാരം ചെയ്യണമെന്ന് പറയുമല്ലോ. ഇതേപോലെ തന്നെ ഡിട്രാക്ഷന്റെയും കലുമനിയുടെ കാര്യത്തിലും ഇതേപോലത്തെ അതിന് ഈക്വൽ ആയിട്ടുള്ള പരിഹാരം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എങ്കിൽ മാത്രമേ അതിന്റെ കടങ്ങൾ മോചിക്കപ്പെടുകയുള്ളൂ. Every offense committed against justice and truth entails the duty of reparation, even if its author has been forgiven. If someone who has suffered harm cannot be directly compensated, for example, if he is long dead, he must be given moral satisfaction in the name of charity. The duty of reparation also concerns offenses against another's reputation. This reparation, moral, sometimes material, must be evaluated in terms of the extent of the damage inflicted. It obliges in conscience. പറഞ്ഞതുപോലെ തന്നെ മോഷണത്തിൽ എന്നുള്ള കാര്യത്തിൽ പോലെ തന്നെ നമ്മൾ ഈ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഡിട്രാക്ഷനോ കലുമനിയോ നടത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആർക്കെതിരെ പാപം ചെയ്തു അയാൾ നമ്മളോട് ക്ഷമിച്ചാൽ പോലും നമ്മൾ പാപ പരിഹാരം ചെയ്യാൻ കടപ്പെട്ടവരാണ്. ഇപ്പം നമ്മളുടെ ഈ തിന്മയ്ക്ക് വിധേയ ആൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ചാരിറ്റി വഴിയായിട്ട്, അങ്ങനത്തെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ വഴിയായിട്ട് ഈ തിന്മയ്ക്ക് പരിഹാരം ചെയ്യാൻ, നമ്മുടെ സോളിന്റെ രക്ഷയെ പ്രതി നമ്മൾ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. അത് എന്തുമാത്രം ഡാമേജ് ഇതുകൊണ്ട് വരുത്തിയിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള പരിഹാരമായിരിക്കണം ചെയ്യേണ്ടത്. ഈ പരിഹാരം എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. Somehow the slanderer must not only undo the harm done to his victim's reputation, but he must also correct the falsehood he spoke. It may be with considerable embarrassment to himself. അപ്പൊ നമ്മൾ പരിഹാരം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റ് തിരുത്തുന്നത് കൂടാതെ അത് കറക്റ്റ് ചെയ്യുകയും കൂടെ ചെയ്യണം. കാരണം ഒരുപക്ഷെ അത് നമുക്ക് വളരെ എന്താ പറയുക ലജ്ജാകരമായിട്ട് അപമാനമൊക്കെ വരുത്തുന്നതാണ്. എന്നാൽ പോലും നമ്മളത് ചെയ്തിരിക്കണം എന്ന് കൃത്യമായിട്ട് കാറ്റഗിസം പറയുന്നു. The seriousness of the sin, ഇതിന്റെ ഗ്രാവിറ്റി എങ്ങനെയാണ് കണക്കാക്കുന്നത്? Will mainly derive from the gravity of the fault or limitation disclosed. But it will also depend on the dignity of the person detracted and the harm done to him.
and others by revealing something that is hidden and whose disclosure lowers his standing in the public eye. നമ്മൾ കണ്ടുപോയതുപോലെ നമ്മൾ ഈ ചെയ്ത പാപം, അതിൻ്റെ ഗ്രാവിറ്റി എത്രമാത്രം പ്രശ്നം ഇതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നതിനെ ബേസ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ആർക്കെതിരായിട്ടാണ് ഇത് നമ്മൾ ചെയ്തത്, ഈ തിന്മ ചെയ്തത്. ഇപ്പം വളരെ എന്താ പറയുക, ഓണറബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഹൈ ഒരു ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്കൊക്കെ എതിരെയായിട്ടാണ് നമ്മൾ ഈ ഡിട്രാക്ഷനോ കലുമിനിയോ ഒക്കെ നടത്തിയിരിക്കുന്നെങ്കിൽ അയാൾക്കുണ്ടാകുന്ന, അല്ലെങ്കിൽ അയാളുടെ റെപ്യൂട്ടേഷന് ഉണ്ടാകുന്ന തകർച്ച എന്ന് പറയുന്നത് സാധാരണ ഒരാൾക്കുണ്ടാകുന്ന പോലെയല്ല, വളരെ വലുതായിരിക്കും. കാരണം അതിനകത്ത് സ്കാൻഡൽ ഇൻവോൾവ് ആണ്, ഇടർച്ചയും കൂടെ ഇൻവോൾവ് ആകുന്നത് കൊണ്ട്. വലിയ നല്ല നിലയിൽ, അങ്ങനെ ഒരു ഉയർന്ന നിലയിലിരിക്കുന്ന ഒരാൾക്ക് വലിയൊരു തിന്മ പറ്റിയെന്ന് ലോകം മുഴുവൻ അറിഞ്ഞാൽ അത് വളരെ ഒരു ഇടർച്ചയ്ക്കും കൂടെ കാരണമാകും. അപ്പോൾ ഈ ഗ്രാവിറ്റിയുടെ അളവ് കൂടും. അപ്പം ഈ സിന്നിന്റെ പരിഹാരം എന്ന് പറയുന്നത് ഗ്രാവിറ്റിക്ക് അനുസരിച്ചുള്ളതായിരിക്കും. വീണ്ടും ഇൻജേർഡ് പേഴ്സന്റെ റെപ്യൂട്ടേഷനെ അനുസരിച്ചിട്ടുള്ളതായിരിക്കണം റിപ്പറേഷൻ. പല സമയങ്ങളിലും ഇറ്റ് ഈസ് നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ ടു മേക്ക്, either because of the number of people informed or the complexity of the situation. പലപ്പോഴും നമ്മൾ ഒരു ആവേശത്തിലൊക്കെ ഇങ്ങനെ ചെയ്താൽ, അല്ലെങ്കിൽ പല ആൾക്കാർ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. കാരണം അത്രയധികം ആൾക്കാരിലേക്ക് ഇത് എത്തിയിട്ടുണ്ടാകും. അതുപോലെ സിറ്റുവേഷൻ്റെ കോംപ്ലക്സിറ്റി ഒക്കെ അത്ര അധികമായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ വളരെ ചെറിയ തിന്മ എന്ന് വിചാരിക്കുന്ന തിന്മ ചെറുതല്ല, വളരെ ഗ്രേവ് ആയിട്ടുള്ള മോർട്ടൽ സിന്നായി മാറും. ഇനി ഡിട്രാക്ഷൻ ത്രൂ സോഷ്യൽ മീഡിയ. ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് എൻ്റെ പ്രശ്നം ഇവിടെയാണ്. ഓഫ് കോഴ്സ് റിപ്പയറിംഗ് സച്ച് ഡാമേജ് വെൻ ഇറ്റ് ഹാസ് ബീൻ വൈഡ്ലി ഡിസിമിനേറ്റഡ് വയ ദ ഇന്റർനെറ്റ് ഈസ് ഇഫ് നോട്ട് തിയററ്റിക്കലി ഇമ്പോസിബിൾ, അറ്റ്ലീസ്റ്റ് പ്രാക്ടിക്കലി സോ. ബട്ട് എ ക്രിസ്ത്യൻ ഈസ് ഒബ്ലൈസ്ഡ് ടു ട്രൈ ഫോർ ദ സേക്ക് ഓഫ് ഹിസ് ഓൺ സോൾ. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയാണ് ഇങ്ങനെ മറ്റുള്ള ആൾക്കാരുടെ പേരിനെ കളങ്കപ്പെടുത്തിയതെങ്കിൽ അത് എത്തിച്ചെല്ലുന്ന ആൾക്കാരുടെ എണ്ണത്തിന്റെ നമുക്ക് ലിമിറ്റ് വെക്കാൻ പറ്റില്ല. അപ്പൊ അത്ര അധികമായിരിക്കും അത് ഡാമേജ് ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ തിയററ്റിക്കലി നമുക്ക് വേണേലും അത് റിപ്പറേഷൻ നടത്താമെന്നൊക്കെ പറഞ്ഞാലും പ്രാക്ടിക്കലി അത് ഇമ്പോസിബിൾ ആണെന്നാണ് കാറ്റഗിസം പറയുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഒരു ക്രിസ്ത്യൻ എന്ന നിലയിൽ നമ്മൾ ഇത് ചെയ്യാൻ ഒബ്ലൈസ്ഡ് ആണ്, കടപ്പെട്ടവരാണ്. എന്തുകൊണ്ട്? ഈ ഡിട്രാക്ഷൻ വിധേയ ആളെ പ്രതി അല്ല, ഫോർ ഹിസ് ഓൺ സോൾ. ഇത് ചെയ്ത ആളുടെ സോളിന്റെ രക്ഷയെ കരുതി. In our increasingly fractious times, where social media encourages us to act with rashness and without due regard for the reputation of others, we should be extremely conscious of this dreadful sin. അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്തിൽ നമ്മൾ നേരത്തെ കണ്ടു റാഷ് ജഡ്ജ്മെന്റ് ഒക്കെ. ഈ റാഷ് ജഡ്ജ്മെന്റ് ഒക്കെ മൂലവും റാഷ് ആയിട്ടുള്ള ആക്ഷൻസ് മൂലവും നമ്മൾ വളരെ എളുപ്പത്തിൽ വന്ന് പെടാവുന്ന അല്ലെങ്കിൽ വീണു പോകാവുന്ന പാപമാണ് കലുമിനിയിൽ നമ്മൾ പെട്ടില്ലെങ്കിൽ പോലും ഡിട്രാക്ഷൻ എന്നുള്ളത്. അപ്പം നമ്മൾ വളരെയധികം ഇതിനെപ്പറ്റി കെയർഫുൾ ആയിരിക്കണം. ഓക്കെ, നമ്മൾ ഫിലിപ്പ് നേരിയുടെ ആ ഇന്റർപ്രിട്ടേഷൻ, അതായത് കാറ്റിൽ പറത്തിക്കളഞ്ഞ തൂവലുകളെ പറ്റിയുള്ള ആ ഒരു ഇമേജ് നമ്മുടെ മനസ്സിലേക്ക് വരണം. കാരണം അങ്ങനെ ഒരു സംഭവം നടന്നാൽ പിന്നെ അത് നമുക്ക് അൺഡു ചെയ്യാൻ പറ്റാത്തത്ര ഹാമായിരിക്കും നമ്മൾ ചെയ്യുക എന്നുള്ളത്. ഡസ് ഇറ്റ് മീൻ ദാറ്റ് വി ഷുഡ് നെവർ ഡിസ്ക്ലോസ് എനി ട്രൂത്ത്, ഓർ വെൻ ഡസ് റിവീലിംഗ് ദ ട്രൂത്ത് നോട്ട് ബിക്കം ഡിട്രാക്ഷൻ? അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ ഒരാളെ പറ്റി ഒരു കാര്യം പറഞ്ഞു, അപ്പൊ യാതൊരു കാരണവശാലും ഇത് സത്യമാണെങ്കിലും നമുക്ക് ഇത് മറ്റൊരാളോട് പറയാൻ പറ്റില്ലേ എന്നിപ്പോ നമുക്കുള്ളിലൊരു തോന്നലുണ്ടാകാം. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യം റിവീൽ ചെയ്താൽ അതെപ്പോഴെങ്കിലും ഡിട്രാക്ഷൻ അത് തിന്മയാകാതെ ഇരിക്കുമോ അല്ലെങ്കിൽ നന്മയാകുമോ? There are occasions when the disclosure can and even should be made. ചില സമയങ്ങളിൽ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം, അത് ചെയ്തിരിക്കാൻ നമ്മൾക്ക് കടമയുണ്ട്. എപ്പോഴൊക്കെയാണ്? When the revelation of another person's fault is necessary or very useful, as in defense of self or of others, no injustice is done in revealing it. വളരെ അത്യാവശ്യ ഘട്ടത്തിൽ, അതായത് നമ്മളുടെ തന്നെ ഈ പറയുന്ന ആളുടെ തന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ എന്താണ് രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു സമയത്ത് ഈ സത്യം പറയുന്നത് കൊണ്ട് ഇൻജസ്റ്റിസ് ഇല്ല എന്ന് കാറ്റഗിസം കൃത്യമായി പറയുന്നു. പിന്നെ ഇത് വെളിപ്പെടുത്തേണ്ട സമയങ്ങളുണ്ട്. എപ്പോഴൊക്കെ?
This would be the case when the failing or defect is made known to parents or superiors, or for the purpose of seeking counsel or help, or to prevent harm to others. Though again, there must be adequate proportion between the lessening of a person's reputation, which is not intended, and the good to be achieved by the disclosure, which is intended. ഇപ്പൊ നമ്മള് കുട്ടികളെ പറ്റിയുള്ള എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞു, അപ്പൊ അത് മാതാപിതാക്കളെ അറിയിക്കേണ്ട കടമയുണ്ട്. അതുപോലെ തന്നെ സുപ്പീരിയേഴ്സിനെ അറിയിക്കേണ്ട കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു കൗൺസിൽ നടത്തേണ്ട സമയങ്ങളിലൊക്കെ ഒരാളെ പറ്റിയുള്ള ഒരു കാര്യങ്ങൾ അറിയിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള നെസസറി ആയിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ഈ സത്യം വെളിപ്പെടുത്താനും നമ്മൾക്ക് കടമയുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ നമ്മൾ സത്യം പറയുകയാണ്, റെപ്യൂട്ടേഷനെ മോശമാക്കുകയാണ് എന്ന് പറഞ്ഞാൽ റെപ്യൂട്ടേഷനെ മോശമാക്കുക എന്നുള്ളതല്ല നമ്മളുടെ ഉദ്ദേശം. നമ്മളുടെ ഉദ്ദേശം അതിൽ നിന്നുളവാകുന്ന നന്മയാണ്. ആ നന്മ അച്ചീവ്ഡ് ബൈ ദ ഡിസ്ക്ലോഷർ. ഇത് ഈ സത്യം പറയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന നന്മയാണ് നമ്മളിവിടെ ഇന്റന്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഡിട്രാക്ഷൻ ഇവിടെ അല്ലെങ്കിൽ ഇത് ഡിട്രാക്ഷൻ ആകുന്നില്ല. ഫോർ എക്സാമ്പിൾ പറഞ്ഞ ഇപ്പം നമ്മളിപ്പം നന്നായി എന്താ പറയുക, നമ്മളുടെ പരിചയത്തിലൊക്കെയുള്ള ഒരാളെ പറ്റി നമ്മൾ ഒരു സ്വഭാവ പ്രശ്നമുള്ള ആളാണെന്ന് വിചാരിക്കുക, പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ ഉപദ്രവിക്കുന്ന അങ്ങനത്തെ ഒക്കെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് കുട്ടികളുടെയൊക്കെ അടുത്ത് ഇയാൾ ഇങ്ങനെ പെരുമാറുകയോ, ആളോ സ്ത്രീയോ പുരുഷനോ ആരോ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സ്വഭാവ വിശേഷങ്ങൾ, ഈ പീഡോ ഫീലിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് അറിയിക്കേണ്ടവരെ അറിയിക്കാനായിട്ട് നമ്മൾക്ക് കടമയുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ആരെ പറ്റിയാണോ പറയുന്നത് ആ വ്യക്തിയുടെ റെപ്യൂട്ടേഷനെ കളയുക എന്നുള്ളതല്ല നമ്മളുടെ ഉദ്ദേശം. അതിൽ അധികമായി അവിടെ ഉണ്ടാകാൻ പോകുന്ന തിന്മകളെ ഒഴിവാക്കുക, അല്ലെങ്കിൽ അവിടെ നന്മ വരുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ പറയുക. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഇത് പറയാൻ കടപ്പെട്ടതാണ്. ഇപ്പം കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇപ്പൊ ഡ്രഗ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയുന്ന സാഹചര്യത്തിൽ അവരുടെ പേരൻസിനെ ഇത് അറിയിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ സുപ്പീരിയേഴ്സിനെ അറിയിക്കേണ്ട കാര്യങ്ങൾ സുപ്പീരിയേഴ്സിനൊക്കെ അറിയിക്കാനായിട്ട് നമ്മൾക്ക് കടമയുണ്ട്. കാരണം ഇവിടെ നമ്മളുടെ ഉദ്ദേശം റെപ്യൂട്ടേഷനെ മോശമാക്കുക എന്നുള്ളതല്ല, നന്മ വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ സത്യം പറയുന്നത് നന്മയാണ്, ഡിട്രാക്ഷൻ അല്ല. പിന്നെ ഡിട്രാക്ഷൻ ആകാതിരിക്കുന്ന സമയങ്ങൾ, ടു മേക്ക് നോൺ വാട്ട് ഹാസ് ബിക്കം juridically notorious, since the culprit has lost his right to esteem in the matter. It is conducive to public security that criminals should be known for what they are. ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാരെ, വലിയ കുറ്റവാളികൾ, ഇങ്ങനെയുള്ള ആൾക്കാരെ അവർ അങ്ങനെയുള്ളവരാണ് എന്ന് അറിയിക്കാനായിട്ട് നമ്മൾക്ക് കടമയുണ്ട്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അവിടെ ഡിട്രാക്ഷൻ എന്ന തിന്മ ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി ഇവരുടെ എന്താ പറയുക എസ്റ്റീം ലോസ്റ്റ് ആയിട്ടുള്ള ഒരു കേസാണ്. അതുമല്ല, ഇത് അറിയിക്കുന്നത് കൊണ്ട് നന്മയാണ് വരുത്തുക. അപ്പം ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ അറിയിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ എന്താണ് ഇതിന്റെയൊക്കെ ഒരു എന്താ പറയുക ഒരു ചെക്ക് പോയിന്റ് എന്നൊക്കെ പറയാവുന്ന പോലെ, ഇന്റൻഷൻ ബിഹൈൻഡ് ആൻ ആക്ട് മേക്സ് ഇറ്റ് എ സിൻ ഓർ എ വെർച്യു. ഇപ്പൊ നമുക്കറിയാലോ, ഒരു പാപത്തെ പാപമാക്കുന്നത് എന്താണ് അതിന്റെ പുറകിലുള്ള ഉദ്ദേശം അല്ലെങ്കിൽ ഇന്റൻഷൻ എന്നുള്ളതാണല്ലോ. അപ്പൊ നമ്മളൊരു കാര്യം, ഒരു സത്യം, ഒരാളെ പറ്റിയുള്ള ഒരു സത്യം വെളിപ്പെടുത്തുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതിനനുസരിച്ചിരിക്കും അത് മോർട്ടൽ സിനായ ഡിട്രാക്ഷൻ ആണോ അതോ അതിൽ നിന്ന് നന്മയാണോ ഉണ്ടാവുക എന്നുള്ളത്. ഇനി 2490 CCC പറയുന്ന ദ സീക്രട്ട് ഓഫ് ദ സാക്രമെന്റ് ഓഫ് റിക്കൺസിലിയേഷൻ ഈസ് സേക്രഡ് ആൻഡ് കനോട്ട് ബി വയലേറ്റഡ് അണ്ടർ എനി പ്രീടെക്സ്റ്റ്. ദ സാക്രമെന്റൽ സീൽ ഈസ് ഇൻവയലബിൾ. Therefore, it is a crime for a confessor in any way to betray a penitent by word or in any other manner for any reason. കുമ്പസാര രഹസ്യം ഇത് യാതൊരു കാരണവശാലും വെളിപ്പെടുത്താനായിട്ട് പാടുള്ളതല്ല. ഇവിടെ യാതൊരു കണ്ടീഷനും പറഞ്ഞിട്ടില്ല, ഏതെങ്കിലും കണ്ടീഷനിൽ വെളിപ്പെടുത്താമോ എന്ന് ഇതിനകത്ത് പറയുന്നില്ല. അപ്പം കുമ്പസാര രഹസ്യം സീൽഡ് ആയിട്ടുള്ള ഒരു രഹസ്യമാണ്. ഒരു കാരണവശാലും കൺഫസർ ഇത് പറയാനായിട്ട് പാടുള്ളതല്ല. ഇനി കാറ്റഗിസം 2491 പറയുന്നത് പ്രൊഫഷണൽ സീക്രട്സ്. ഫോർ എക്സാമ്പിൾ, ദോസ് ഓഫ് പൊളിറ്റിക്കൽ ഓഫീസ് ഹോൾഡേഴ്സ്, സോൾജിയേഴ്സ്, ഫിസിഷ്യൻസ് ആൻഡ് ലോയേഴ്സ്. ഇപ്പൊ പൊളിറ്റിക്കൽ ആയിട്ടുള്ള എന്താ പറയുക രാഷ്ട്രീയമായിട്ടുള്ള പല പ്രധാന മേഖല എന്താ പറയുക സ്ഥാനങ്ങൾ കൈയാളുന്നവര്, സോൾജിയേഴ്സ് ആയിട്ടുള്ളവര്, ഡോക്ടേഴ്സ്, വക്കീലന്മാർ, ഇങ്ങനെയുള്ളവരൊക്കെ
അവരുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ, അവരുടെ ക്ലയൻസിന്റെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അവർ സീൽഡ് ആയിട്ട് വെക്കാനായിട്ട്, സീക്രട്ടായി വെക്കാനായിട്ട് അവർ ബൗണ്ടാണ്. ഇനി എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. ഇൻ എക്സെപ്ഷണൽ കേസസ് വെയർ കീപ്പിംഗ് ദ സീക്രട്ട് ഈസ് ബൗണ്ട് ടു കോസ് വെരി ഗ്രേവ് ഹാം ടു ദ വൺ ഹു കൺഫൈഡഡ് ഇറ്റ്. ഈ പറഞ്ഞ ആൾക്ക് തന്നെ ഇത് കൊണ്ട് വളരെ ദോഷമുണ്ടാകുന്നെങ്കിൽ, അപ്പോൾ ഇത് മറ്റുള്ളവർ അല്ലെങ്കിൽ അറിയേണ്ട ആൾ അറിയുന്നതാണ്, അയാൾക്കും ഹാം ഉണ്ടാകാൻ ഇരിക്കാൻ നല്ലത് എങ്കിൽ ആ സമയത്ത് ഇത് പറയാനായിട്ട് അവർക്ക് അവകാശമുണ്ട്. അല്ലെങ്കിൽ ടു ദ വൺ ഹു റിസീവ്ഡ് ഇറ്റ് ഓർ ടു എ തേർഡ് പാർട്ടി, ഒരു മൂന്നാമതൊരാൾക്കോ ഈ കേട്ട ആൾക്കോ ഒക്കെ വളരെ ഹാം ഉണ്ടാകുന്ന ഒരു കാര്യമാണെങ്കിൽ ഇത് വെളിപ്പെടുത്താനായിട്ട് അവർക്ക് അവകാശമുണ്ട്. എന്താണ് അതിന്റെ കണ്ടീഷൻ? വേർ ദ വെരി ഗ്രേവ് ഹാം ക്യാൻ ബി അവോയ്ഡഡ് ഓൺലി ബൈ ഡൈവൾജിങ് ദ ട്രൂത്ത്. ഈ സത്യം പറഞ്ഞാൽ മാത്രമേ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു വിപത്തിനെ ഒഴിവാക്കാൻ പറ്റൂ എന്നുള്ള ഒരു സമയത്ത് ഈ സത്യം പറയാനായിട്ട് കടമയുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രൊഫഷണൽ സീക്രട്സ് എല്ലാം കീപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരും വളരെയധികം കടപ്പെട്ടവരാണ്. ഈവൻ ഇഫ് നോട്ട് കൺഫൈഡഡ് അണ്ടർ ദ സീൽ ഓഫ് സീക്രസി, പ്രൈവറ്റ് ഇൻഫർമേഷൻ prejudicial to another is not to be divulged without a grave and proportionate reason. ഇനിയിപ്പം ഒരു അണ്ടർ ദ സീൽ ഓഫ് സീക്രട്സി അല്ലെങ്കിൽ ഒരു വളരെ സീക്രട്ട് ആയിട്ട് വെക്കാൻ നമ്മൾ ബാധ്യസ്ഥരായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ പോലും നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കുന്ന ആൾക്ക് അയാളുടെ എന്താ പറയുന്നത് ജഡ്ജ്മെന്റിനെ ഒക്കെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ, മറ്റേ ആളെ പറ്റി റാഷായിട്ട് ജഡ്ജ്മെന്റ് ഒക്കെ നടത്താൻ സാധ്യതയുള്ള ഒരു അവസരത്തിലാണെങ്കിൽ നമ്മളിത് പറയാൻ പാടുള്ളതല്ല. CCC 2498, everyone should observe an appropriate reserve concerning persons' private lives. Those in charge of communications should maintain a fair balance between the requirements of the common good and respect for individual rights. Interference by the media in the private lives of persons engaged in political or public activity is to be condemned to the extent that it infringes upon their privacy and freedom. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, ജേർണലിസത്തിന്റെ ഒക്കെ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ പബ്ലിക് ഫിഗേഴ്സിനെ പറ്റിയൊക്കെയുള്ള അവരുടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. കാരണം അവിടെ അവരുടെ ആരുടെയും പ്രൈവസിയിൽ, ആ പ്രൈവസി എന്നുള്ളത് ഓരോരുത്തരുടെയും റൈറ്റ് ആണ്. റെപ്യൂട്ടേഷൻ എന്നതുപോലെ തന്നെ ഒരാളുടെ പ്രൈവസി എന്നുള്ളത് അയാളുടെ റൈറ്റ് ആയതുകൊണ്ട് അവരുടെ പ്രൈവസിയിലേക്ക് ഇൻഫ്രിഞ്ച് ചെയ്യാനായിട്ടോ അവരുടെ ഫ്രീഡത്തെ ഹനിക്കാനായിട്ടോ ആർക്കും സാധിക്കുന്നതല്ല, അല്ലെങ്കിൽ ആർക്കും എന്താ പറയുക തെറ്റാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ വളരെയേറെ ശ്രദ്ധാലുക്കളായിരിക്കും. ഇനി ഡിട്രാക്ഷൻ എപ്പോഴാണ് സിൻ ആവാതിരിക്കുന്നത്, അല്ലെ എപ്പോഴൊക്കെ സിൻ ആവുന്നത് നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ ഈ ഡിട്രാക്ഷൻ ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കുന്ന ആളുടെ അവസ്ഥ എന്താണ്? ഡസ് എ ലിസണർ ഹു പുട്ട്സ് അപ്പ് വിത്ത് സമ്മൺ എൻഗേജിങ് ഇൻ ഡിട്രാക്ഷൻ കമ്മിറ്റ്സ് എ സീരിയസ് സിൻ? ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ അതൊരു പാപമാണോ? If someone listens to detractions, consenting to the detractor, he becomes a participant in his sin. ഇപ്പൊ നമ്മളിങ്ങനെ ഒരു കാര്യം കേട്ടോണ്ടിരിക്കുന്നു, അതിപ്പോ നമ്മൾ അത് എന്താ പറഞ്ഞാൽ അത് സമ്മതിച്ച് ഇങ്ങനെ എൻകറേജ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മളും ഈ ഡിട്രാക്ഷൻ എന്നുള്ള പാപത്തിന് വിധേയരായി കഴിഞ്ഞു. If he induces him to engage in the detraction, or if the detraction pleases him, then he sins no less than the detractor and sometimes more. അപ്പൊ ഈ കേൾക്കുന്നയാള് കൂടുതലും ഇയാളെ പറയാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇത് കേൾക്കുന്നത് കൊണ്ട് നമുക്ക് വളരെ സന്തോഷം ഉണ്ടാകുകയൊക്കെ ചെയ്താൽ ഈ പറഞ്ഞ ആളുടെ ഒപ്പമോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ടോ നമ്മൾ പാപം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് വളരെ കുഴപ്പം പിടിച്ച ഒരു ഫീൽഡാണ്. ഇതുകൊണ്ടാണ് സെയിന്റ് ബെർണാഡ് ഇങ്ങനെ പറഞ്ഞത്, ഇറ്റ് ഈസ് നോട്ട് ഈസി ഫോർ മീ ടു സേ വിച്ച് ഈസ് മോർ ഡാംനബിൾ, ടു ഡിട്രാക്ട് or to listen to the detractor. അപ്പൊ ഇത് വലിയ പ്രശ്നമാണ്. ഇപ്പൊ നമ്മള് ഡിട്രാക്ഷൻ അത് പറയുന്നു എന്നാൽ മാത്രം അവിടെ കൊണ്ട് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ പറയാതിരിക്കുന്നത് കൊണ്ട് മാത്രം നിൽക്കുന്നില്ല. ഇത് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ അതിന് എൻകറേജ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനോട് സമ്മതിച്ച് നമ്മളത് സന്തോഷത്തിൽ കേട്ടു പോവുകയോ ചെയ്താൽ ഇവിടെ ഒരു പക്ഷേ നമ്മൾ ആ പറഞ്ഞ ആളെക്കാളും വലിയ പാപിയായി മാറും. On the other hand,
If the sin does not please him, but he fails to repel the retractor because of fear, this is a venial sin. ഇനിയിപ്പോൾ ഈ പറയുന്ന ആള് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും അയാളോടുള്ള പേടി കൊണ്ടോ അല്ലെങ്കിൽ ആ പ്രത്യേക സാഹചര്യം കൊണ്ടോ ഇയാളോട് തിരിച്ചു പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണെങ്കിൽ അത് നമ്മൾ കേട്ട് നിൽക്കുകയാണെങ്കിൽ, നമ്മളെ ഒട്ടും ഇത് പ്ലീസ് ചെയ്യുന്നില്ല, അത് നമ്മൾ കേൾക്കേണ്ടി വരികയാണെങ്കിൽ ഇതൊരു വീനിയൽ സിന്നേ ആവുന്നുള്ളൂ. എന്നാൽ സംടൈംസ് ഇറ്റ് ക്യാൻ ബി എ മോർട്ടൽ സിൻ. അതെപ്പോഴാണ്? ഇഫ് ദ ലിസണർ ഈസ് ഇൻ എ പൊസിഷൻ ടു കറക്റ്റ് ദ ഡിട്രാക്ടർ, or because of some danger that follows upon the detraction, or because of omission. ഈ കേൾക്കുന്ന ആള് ഈ പറയുന്ന ആളെ കറക്റ്റ് ചെയ്യേണ്ട ഒരു പൊസിഷനിലുള്ള ആളാണെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം പേരൻസിന്റെ കാര്യമാണെന്ന് വിചാരിക്കുക, മക്കള് പറയുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്, ടീച്ചേഴ്സ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആളുടെ കാര്യത്തില്, അല്ലെങ്കിൽ ഈ ഡിട്രാക്ഷൻ കൊണ്ട് വലിയ ഒരു തിന്മ വരുന്ന, വലിയൊരു അപകടം വരുന്നുണ്ട് എന്ന് അറിയുന്ന ഒരു സാഹചര്യങ്ങളിൽ, ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ തിരുത്തിയില്ലെങ്കിൽ, പിന്നെ ഒമിഷൻ, വെറുതെ മടി കൊണ്ട് നമ്മൾ ചെയ്യാനുള്ള മടി കൊണ്ട് അയാൾ അത് അവരുടെ കാര്യം എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഒമിഷൻ കൊണ്ട് ഇത് ചെയ്യാതിരുന്നാൽ വലിയ സിന്നാണ്, മോർട്ടൽ സിന്നാണ് ഈ ഡിട്രാക്ഷൻ കേൾക്കുക എന്നുള്ളത്. അപ്പൊ ഈ അഞ്ചാമത്തെ ഒഫൻസ് ആണ്. അഞ്ചാമത്തത് ഫ്ലാറ്ററി, അഡുലേഷൻ ഓർ കംപ്ലൈസൻസ്. Every word or attitude is forbidden which by flattery, adulation or complaisance encourages and confirms another in malicious acts and perverse conduct. Adulation is a grave fault if it makes one an accomplice in another's vices or grave sin. Neither the desire to be service or no friendship justifies the duplicitous speech. Adulation is a venial sin when it only seeks to be agreeable, to avoid evil, to meet a need, or to obtain legitimate advantages. Flattery, മുഖസ്തുതി പറയുന്നത്, ഇങ്ങനെ പ്രശംസിച്ച് പറയുന്നത്, ഇവിടെ നല്ല കാര്യത്തെ പറ്റിയല്ല കേട്ടോ. ഒരാൾ നല്ല കാര്യം ചെയ്യുമ്പോൾ അയാളെ മുഖസ്തുതിയല്ല, അയാളെ പ്രശംസിക്കുക, അയാളെ എൻകറേജ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കടപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അയാളത് ഡിസേർവ് ചെയ്യുന്നു. റെപ്യൂട്ടേഷൻ എല്ലാവർക്കും റൈറ്റ് ആയതുകൊണ്ട് ഒരാളെ നല്ല കാര്യം ചെയ്യുമ്പോൾ പ്രശംസിക്കുക എന്നുള്ളത് അയാൾ ഡിസേർവ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ നേരെ തിരിച്ചുള്ള കാര്യത്തിനാണ്. ഒരാൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ശരിയല്ലാത്തൊരു കാര്യം നമ്മൾ വല്ലാതെ മുഖസ്തുതി പറയുക, പുകഴ്ത്തി പറയുക, അല്ലെങ്കിൽ അതിനോട് നമ്മൾ ഓക്കെ ആണെന്ന് എന്താണ് ഒരു കൺസെൻസിലെത്തി നമ്മൾ അതിനോട് സമ്മതം മൂളി ഒക്കെ, അത് ഈ തിന്മയെ അല്ലെങ്കിൽ ഈ സ്വഭാവത്തെ അല്ലെങ്കിൽ ഈ പ്രവൃത്തിയെ എൻകറേജ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു സംഭവമാണ് അവിടെ നടക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഫ്ലാറ്ററി, അഡുലേഷൻ എന്ന് പറയുന്നത് ഓഫൻസ് അഗെയിൻസ്റ്റ് ട്രൂത്ത് ആയിട്ട് മാറും. അഡുലേഷൻ ഒരു ഗ്രേവ് ഫോൾട്ട് ആണ്. എപ്പോൾ? ഇത് നമ്മളുടെ ഈ പ്രവൃത്തി മൂലം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതിന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാള് ഈ പ്രവൃത്തി ചെയ്യാൻ കാരണമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പൊക്കി പറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ ഈ പുകഴ്ത്തി പറഞ്ഞത് അതാണ് മറ്റേ ആളുടെ വീഴ്ചയ്ക്ക് കാരണമാകുക. അപ്പോൾ അതിൻ്റെ ആ ഗ്രേവ് ഫോൾട്ട് അല്ലെങ്കിൽ ആ മോർട്ടൽ സിൻ നമ്മളുടെ തലയിലാണ് വന്നു വീഴുക. അപ്പൊ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരാൾ തിന്മ ചെയ്താൽ അയാളെ പുകഴ്ത്തി പറഞ്ഞത് കൊണ്ട് ആ തിന്മയിൽ അയാൾ കണ്ടിന്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളുടെ ഈ പുകഴ്ച കേട്ട് മറ്റൊരാൾ ഇതിനകത്ത് വീഴുകയോ ഒക്കെ ചെയ്താൽ അതിൻ്റെ എല്ലാം പാപം നമ്മൾക്കിരിക്കും. പിന്നെ നമ്മളുടെ വലിയൊരു ഫ്രണ്ട് ആണെന്നോ അല്ലെങ്കിൽ ഇതൊരു സർവീസ് ആയിട്ടെന്നോ അങ്ങനെ യാതൊരു എക്സ്ക്യൂസും ഇതിനില്ല. നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇങ്ങനത്തെ കാര്യത്തിൽ തിരുത്തേണ്ട കാര്യം തിരുത്താതിരിക്കാൻ നമ്മളെ തടയാൻ പാടുള്ളതല്ല. ഇനി ഇതൊരു വീനിയൽ സിന്നാകാം. എപ്പോഴാണ്? നമ്മൾ ഈ ഒരാളെ പുകഴ്ത്തി പറയുന്ന അല്ലെങ്കിൽ പൊക്കി പറയുന്നതൊക്കെ ഒരു ഈവിളായിട്ടുള്ള ഒരു തിന്മ ഒഴിവാക്കാനോ അല്ലെങ്കിൽ ലെജിറ്റിമൈറ്റ് ആയിട്ട്, അതായത് നീതിക്ക് ഉതകുന്ന അല്ലെങ്കിൽ ന്യായമായിട്ടുള്ള ഒരു കാര്യം നടത്തി കിട്ടാനൊക്കെ ആയിട്ട് ഒരാളെ അല്പം പൊക്കി പറഞ്ഞാൽ അതൊരു വീനിയൽ സിന്നേ ആവുകയുള്ളൂ. പക്ഷെ അതൊരു മോർട്ടൽ സിന്നാകുന്നത് എപ്പോഴാണ്? നമ്മൾ കണ്ടു, ഇത് മൂലം എന്താണോ ഉണ്ടാകുക, അതിന്റെ ഫലം എന്താണ് എന്നതിനെ അനുസരിച്ച് വേറൊരാൾക്ക് അത് സ്കാൻഡലായി മാറിയാൽ അപ്പോൾ അത് മോർട്ടൽ സിന്നാകും. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് എന്താണ് പറയുന്നത് നോക്കുക. ഫ്ലാറ്ററി ആൻഡ് അഡുലേഷൻ, ബോത്ത് ബീങ് എക്സസീവ് ആൻഡ് ഇൻസിൻസിയർ പ്രൈസ്, can be sinful when they are used to encourage or praise someone's wrongdoing or further one's own interest.
വേറൊരാളുടെ തിന്മയെ അധികമാക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ താല്പര്യങ്ങളെ എന്താ പറയുക നടത്തി കിട്ടാനൊക്കെ ആയിട്ട് നമ്മൾ ഇതുപോലെ എക്സസീവ് ആയിട്ടുള്ള ഫ്ലാറ്ററി അഡുലേഷൻ ഒക്കെ ഉപയോഗിച്ചാൽ അത് സിൻഫുൾ ആണ്. ഇതുകൊണ്ടാണ് പ്രോവർബ്സിൽ ഇങ്ങനെ പറയുന്നത്, എ ലൈയിങ് ടങ് ഹേറ്റ്സ് ഇറ്റ്സ് വിക്ടിംസ് ആൻഡ് എ ഫ്ലാറ്ററിംഗ് മൗത്ത് വർക്ക്സ് റൂയിൻ. മുഖസ്തുതി പറയുന്നത് നാശമുണ്ടാക്കുന്നു എന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഇനി 6-ാമത്തെയും 7-ാമത്തെ ഇത് രണ്ടും ഒരുമിച്ചാണ് പറയുന്നത്. രണ്ടും രണ്ടായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. ബോസ്റ്റിംഗ് ഓർ ബ്രാഗിങ് ഈസ് ആൻ ഒഫൻസ് അഗെയിൻസ്റ്റ് ട്രൂത്ത്. അതാണ് 6-ാമത്തെ. നമുക്കറിയാം ബോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് മുഖസ്തുതി പറയുക, ബ്രാഗ് നമ്മളെ തന്നെ പൊക്കി പറയുന്നത്. നമ്മൾ പറയല്ലോ SP ആണല്ലോ എന്ന്, അത് തന്നെ. അപ്പം ബോസ്റ്റിംഗ് ഓർ ബ്രാഗിങ് ഈസ് ആൻ ഒഫൻസ് അഗെയിൻസ്റ്റ് ട്രൂത്ത്. ഇനി 7-ാമത്തെ എന്താണ്? സോ ഈസ് ഐറണി aimed at disparaging or degrading someone by maliciously caricaturing some aspect of his behavior. ഇത് നമ്മള് ഈ ഐറണിക്ക് ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് മാർക്ക് ആന്റണിയുടെ സ്പീച്ചാണ്. അതിനകത്ത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണല്ലോ, ഐ കെയിം നോട്ട് ടു പ്രൈസ് സീസർ ബട്ട് ടു ബറി സീസർ എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പക്ഷേ ഉദ്ദേശം അങ്ങനെ ആയിരുന്നില്ല. അവിടെ പ്രസംഗം പറഞ്ഞ് അവിടെയുള്ള ആൾക്കാരെ തിരിക്കുക, സീസറിന്റെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവിടെയുള്ള ആൾക്കാരുടെ മനം മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു. അപ്പം വിപരീതമായിട്ടുള്ള ഒരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു കാര്യം പറയുന്നതിനാണ് ഐറണി എന്ന് പറയുന്നത്. അതുപോലെ ഓണറബിൾ മെൻ എന്നാണ് മാർക്ക് ആന്റണി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഈ സീസറിനെ കൊന്നവരെ വിളിക്കുന്നത്. പക്ഷെ ഉദ്ദേശിക്കുന്നത് ആ ഓണറബിൾ മെൻ എന്നുള്ള അർത്ഥത്തിലല്ലല്ലോ. നമ്മൾ പലപ്പോഴും തമാശക്കൊക്കെ ഇതിങ്ങനെ ഈ ഐറണി നമ്മുടെ എന്താ പറയുക, നമ്മള് ആൾക്കാരെ കളിയാക്കാനായിട്ടും തമാശയ്ക്കും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ, എന്തൊരു വൃത്തിയാന്നൊക്കെ നമ്മളിങ്ങനെ ആൾക്കാരെ പറ്റി തമാശയ്ക്കൊക്കെ കളിയാക്കി പറയൂലോ. അപ്പം അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് അവിടെ ഉള്ളതെങ്കിൽ ഇവിടെ പ്രശ്നം എന്താ, തമാശയാണോ എന്നുള്ളതല്ല പ്രശ്നം. എന്താണ് നമ്മളുടെ ഉദ്ദേശം? അയാളെ ഡിഗ്രേഡ് ചെയ്യുകയാണോ, ഒരാളുടെ മോശമായി അയാളുടെ ബിഹേവിയറിനെ കാരിക്കേച്ചർ ചെയ്യുകയാണോ? ഈ ഇന്റൻഷനോടെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഐറണി എന്നത് പാപമായി മാറും. അപ്പൊ അതാണ് 7-ാമത്തെ ഒഫൻസ്. ഐറണിയുടെ മീനിങ് ആണ് ദ എക്സ്പ്രഷൻ ഓഫ് വൺസ് മീനിങ് by using language that normally signifies the opposite, typically for humorous or emphatic effect. Irony. ഇനി 8-ാമത്തെ offense. A lie consists in speaking a falsehood with the intention of deceiving. നുണ പറയുന്നത്. The Lord denounces lying as the work of the devil. You are of your father the devil. There is no truth in him. When he lies, he speaks according to his own nature. For he is a liar and the father of lies. അപ്പൊ നുണ പറയുന്നതിനെ പറ്റി നമുക്ക് വലിയ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. നുണയനും നുണയുടെ പിതാവുമായ അവന്റെ മക്കളാണ് എന്ന് പറയുന്ന അവസ്ഥ. ലൈയിങ് ഇസ് ദ മോസ്റ്റ് ഡയറക്റ്റ് ഒഫൻസ് അഗെയിൻസ്റ്റ് ദ ട്രൂത്ത്. ഏറ്റവും ഡയറക്റ്റ് ആയിട്ടുള്ള ഒഫൻസ് ആണ് ലൈയിങ് എന്ന് പറയുന്നത്. To lie is to speak or act against the truth in order to lead someone into error. ഇപ്പൊ പ്രശ്നം എന്താണ്? ഇങ്ങനെ പറയുന്നത് കൊണ്ട് മറ്റൊരാളെ തിന്മയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് ഈ ലൈയിങ്ങിന്റെ പ്രശ്നം. By injuring man's relation to truth and to his neighbor, a lie offends against the fundamental relation of man and of his word to the Lord. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കണ്ടതുപോലെ ഇതുവരെയുള്ള എല്ലാ ഒഫൻസസ് ഓഫ് ട്രൂത്തിനുള്ള പ്രശ്നം, ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത്, പരസ്നേഹത്തിന് എതിരായിട്ടുള്ളത്, ചാരിറ്റിക്ക് എതിരായിട്ടുള്ളത് തിന്മ. ഇനി ഗ്രാവിറ്റി. The gravity of a lie is measured against the nature of the truth it deforms, the intentions of the one who lies, the circumstances and the harm suffered by the victims. ബാക്കി എല്ലാ ട്രൂത്തിനെതിരായിട്ടുള്ള തിന്മകളുടെ എന്ന പോലെ എന്താണ് ഇതുകൊണ്ടുള്ള ഇഫക്റ്റ്? എന്തുമാത്രം സത്യത്തെ വളച്ചൊടിച്ചു, എന്തായിരുന്നു ഈ പറഞ്ഞ ആളുടെ ഇന്റൻഷൻ, അതുപോലെ ഏത് സർക്കംസ്റ്റാൻസസിലാണ് ഇത് പറയേണ്ടി വന്നത്, ഇതുകൊണ്ട് ഈ നുണ ഏറ്റ ആൾക്ക് അല്ലെങ്കിൽ നുണയുടെ ഫലം അനുഭവിച്ച ആൾക്ക് എന്തുമാത്രം ഹാം, ഇഞ്ചുറി ഉണ്ടായി, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ നമ്മളുടെ ഈ നുണയുടെ ഗ്രാവിറ്റി. ഇത് വീനിയലാണോ മോർട്ടലാണോ, എന്തുമാത്രം മോർട്ടലാണ് എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കപ്പെടുക. If a lie in itself only constitutes a venial sin, it becomes mortal when it does grave injury to the virtues of justice and charity. നേരത്തെ കണ്ടതുപോലെ തന്നെ
ജസ്റ്റിസിനും ചാരിറ്റിക്കും ഗ്രേവ് ഇഞ്ചുറി ആയിട്ട് വരുന്ന ഒരു കേസിലാണെങ്കിൽ ഒരു ചെറിയ നുണ പോലും മോർട്ടൽ സിന്നായി മാറാം. ബൈ ഇറ്റ്സ് വെരി നേച്ചർ ലൈയിങ് ഈസ് ടു ബി കണ്ടംഡ്. ലൈയിങ്ങിനെ നമ്മൾ അതിൻ്റെ ആ സത്യത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്നുള്ള അതിൻ്റെ ആ സ്വഭാവം വെച്ച് തന്നെ നമ്മൾ കണ്ടം ചെയ്യേണ്ടതാണ്. It is a profanation of speech, whereas the purpose of speech is to communicate non-truth to others. നമ്മളുടെ സ്പീച്ചിന്റെ ഉദ്ദേശം സത്യം മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ലൈ പറയുമ്പോൾ നമ്മൾ അതിന് നേരെ എതിരാണ്, സ്പീച്ചിന്റെ ഉദ്ദേശത്തിന് എതിരായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. The deliberate intention of leading a neighbor into error by saying things contrary to the truth constitutes a failure in justice and charity. The culpability is greater when the intention of deceiving entails the risk of deadly consequences for those who are led astray. നമ്മളുടെ ഈ നുണ മൂലം ഇത് കേട്ടയാളോ അല്ലെങ്കിൽ ഇത് അനുഭവപ്പെട്ട ആളോ ഒക്കെ വഴിതെറ്റി പോയിട്ട് അവർ ചെന്നുപെടുന്ന തിന്മയുടെയൊക്കെ ഗ്രാവിറ്റി അനുസരിച്ച് നമ്മളുടെ ഈ നുണയുടെ ഗ്രാവിറ്റിയും നമ്മളുടെ തിന്മയുടെ ഗ്രാവിറ്റിയും ഒക്കെ കൂടും. ഇത് ഒരു ലൈ ഡസ് റിയൽ വയലൻസ് ടു അനദർ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഇറ്റ്സ് വയലേറ്റ്സ് ദ വെർച്യു ഓഫ് ട്രൂത്ത്ഫുൾനെസ്. ഇറ്റ് അഫക്ട്സ് ഹിസ് എബിലിറ്റി ടു നോ. ഇവിടെയാണ് പ്രശ്നം. എങ്ങനെയാണ് ഇത് റിയൽ വയലൻസ് ആകുന്നത്? നമ്മളൊരു നുണ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന ആൾക്കുണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഇറ്റ് അഫക്ട്സ് ഹിസ് എബിലിറ്റി ടു നോ വിച്ച് ഈസ് എ കണ്ടീഷൻ ഓഫ് എവറി ജഡ്ജ്മെന്റ് ആൻഡ് ഡിസിഷൻ. ഒരാൾക്ക് അയാൾക്കുള്ള അറിവ് വെച്ചാണ് അയാൾ ഒരു തീരുമാനം എടുക്കുകയോ ഒരു ജഡ്ജ്മെന്റിൽ എത്തുകയോ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ പറയുന്ന ഒരു നുണയെ ഇയാളുടെ ഡിസിഷൻ എടുക്കേണ്ട കാര്യത്തെയും അല്ലെങ്കിൽ ഇയാളുടെ ജഡ്ജ്മെന്റ് എടുക്കേണ്ട കാര്യത്തെയും സ്വാധീനിക്കുകയാണെങ്കിൽ ഇത് വലിയ ഒരു ഗ്രേവ് സിന്നായി മാറും. അതുകൊണ്ടാണ് പറയുന്നത് ലൈയെ പറ്റി, ഇറ്റ് കണ്ടെയ്ൻസ് ദ സീഡ് ഓഫ് ഡിസ്കോർഡ് ആൻഡ് ഓൾ കോൺസിക്വന്റ് ഈവിൾസ്. ഡിസ്കോർഡ് എന്ന് പറഞ്ഞാൽ കലഹം എന്നൊക്കെ പറയാവുന്ന പോലെ അങ്ങനത്തെ എല്ലാത്തരം തിന്മയുടെയും സീഡാണ് ഈ ലൈ എന്നാണ് പറയുന്നത്. ലൈയിങ് ഈസ് ഡിസ്ട്രക്റ്റീവ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയെ നശിപ്പിക്കുന്നതാണ്. ഇറ്റ് അണ്ടർമൈൻസ് ട്രസ്റ്റ് അമംഗ് മെൻ ആൻഡ് ടേഴ്സ് അപ്പാർട്ട് ദ ഫാബ്രിക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. ഈ നുണ പറച്ചിൽ കൊണ്ടാണ് തമ്മിലുള്ള ട്രസ്റ്റ് ഇല്ലാതാവുന്നതും സോഷ്യൽ റിലേഷൻഷിപ്പ് ഒക്കെ നാശമാവുന്നതൊക്കെ. നമുക്ക് തന്നെ അറിയാലോ, ഈ നുണ പറയുന്ന ഒരാള് നമ്മളുടെ ഇടയിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ സഹവാസത്തിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അയാൾ പറയുന്നത് നമ്മൾ വിശ്വസിക്കാതെ ആകും. അത് ആ സൊസൈറ്റിയെ തന്നെ വല്ലാണ്ട് ബാധിക്കും. ഇനി നമ്മൾ നേരത്തെ കണ്ടത് തന്നെ എവറി ഒഫൻസ് കമ്മിറ്റഡ് അഗെയിൻസ്റ്റ് ജസ്റ്റിസ് ആൻഡ് ട്രൂത്ത് എൻറ്റെയിൽസ് ദ ഡ്യൂട്ടി ഓഫ് റിപ്പറേഷൻ. ഈ ട്രൂത്തിനെതിരായിട്ടുള്ള എല്ലാ ഒഫൻസിനും പരിഹാരം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഈവൻ ഇഫ് ഇറ്റ്സ് ഓദർ ഹാസ് ബീൻ ഫോർഗീവൺ. അതിന് വിധേയരായവര് അത് ക്ഷമിച്ചാൽ പോലും ഈ ചെയ്ത ആളുടെ സോളിന്റെ രക്ഷയെ പ്രതി അത് റിപ്പറേഷൻ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. വെൻ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ പബ്ലിക്കലി ടു മേക്ക് റിപ്പറേഷൻ ഫോർ എ റോങ് ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് സീക്രറ്റ്ലി. പബ്ലിക്കായിട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലും സീക്രട്ട് ആയിട്ടെങ്കിലും നമ്മൾ അതിന് പരിഹാരം ചെയ്തിരിക്കണം. If someone who has suffered harm cannot be directly compensated, he must be given moral satisfaction in the name of charity. This duty of reparation also concerns offences against another's reputation. This reparation, moral and sometimes material, must be evaluated in terms of the extent of the damage inflicted. It obliges in conscience. നമ്മൾ നേരത്തെ കണ്ടുപോയതാണ്. പരിഹാരം ആശ്രയിച്ചിരിക്കുന്നത് എന്തുമാത്രം ഡാമേജ് ഇതിന് വരുത്തി എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും. അപ്പൊ ആ ഡാമേജിന് അനുസരിച്ച് അതിന് പ്രപ്പോർഷനേറ്റ് ആയിട്ട് പരിഹാരം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് സ്റ്റീലിങ്ങിന്റെ കാര്യത്തിൽ എന്ന് പോലെ എന്ന് കൃത്യമായി നേരത്തെ പറഞ്ഞത്. നമ്മൾ കുംഭസാരത്തിൽ പറഞ്ഞാൽ മാത്രം പോലെ അവിടെ പാപം മോചിക്കപ്പെടുന്നു, പക്ഷെ കടങ്ങൾ മോചിക്കാനായിട്ട് നമ്മൾ പരിഹാരം ചെയ്യണം. ഇനി യൂസ് ഓഫ് ദ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് മീഡിയ ഒന്ന് നമ്മൾ കണ്ടതാണ് ചുരുക്കത്തിൽ. ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ ദ മീഡിയ ഈസ് അറ്റ് ദ സർവീസ് ഓഫ് കോമൺ ഗുഡ്. എന്തിനാണ് ഇങ്ങനത്തെ മീഡിയയുടെ, എന്താണ് അതിൻ്റെ ഉദ്ദേശം? സർവീസ് ഓഫ് ദ കോമൺ ഗുഡ് ആണ്. സൊസൈറ്റി ഹാസ് എ റൈറ്റ് ടു ഇൻഫർമേഷൻ ബേസ്ഡ് ഓൺ ട്രൂത്ത്, ഫ്രീഡം, ജസ്റ്റിസ് ആൻഡ് സോളിഡാരിറ്റി. സൊസൈറ്റിക്ക് സത്യം എന്താണെന്ന് അറിയാനുള്ള ഒരു റൈറ്റ് ഉണ്ട്, അവകാശമുണ്ട്. The proper exercise of this right demands that the content of the communication be true and within the limits set by justice and charity complete. അപ്പം ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ട്രൂത്ത്ഫുൾ ആയിരിക്കണം, പറയുന്ന കാര്യം സത്യമായിരിക്കണം, പിന്നെ
കംപ്ലീറ്റ് ആണ്. അതിനൊരു കണ്ടീഷനുണ്ട്. നമുക്ക് എല്ലാ സത്യങ്ങളും പൂർണ്ണമായും ചിലപ്പോൾ വെളിപ്പെടുത്താൻ പറ്റിയെന്ന് വരികയില്ല. അപ്പോൾ എന്തുമാത്രം ഈ ലിമിറ്റ്സിനുള്ളിൽ ജസ്റ്റിസിനെയും ചാരിറ്റിയും ഒക്കെ വെച്ചുകൊണ്ട് എന്തുമാത്രം ലിമിറ്റഡ് ആണോ, എന്തുമാത്രം അലൗഡ് ആണോ, അത്രയും ലിമിറ്റിനുള്ളിൽ നമ്മൾ ട്രൂവും കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. Further, it should be communicated honestly and properly. This means that in the gathering and in the publication of news, the moral law and the legitimate rights and dignity of man should be upheld. ഒരാളെ ഡിഫെയിം ചെയ്യുക അല്ലെങ്കിൽ ഒരാളുടെ പ്രൈവറ്റ് ലൈഫിനെ ഇൻഫ്രിഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുക, ഇതൊക്കെ വളരെ സിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ജേർണലിസത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. By the very nature of their profession, journalists have an obligation to serve the truth and not offend against charity in disseminating information. പത്രധർമ്മം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, അത് ഇതിനെ ബേസ് ചെയ്ത് വരുന്നതാണ്. പക്ഷേ ചാരിറ്റി എന്നുള്ളത് കൊണ്ട് തന്നെ വേറൊരാളെ റെപ്യൂട്ടേഷനെ കളയുന്ന രീതിയിൽ, വേറൊരാളെ ഡിഫെയിം ചെയ്യുന്ന രീതിയിൽ നമ്മൾ പെരുമാറാനായിട്ട് പാടുള്ളതല്ല. They should strive to respect with equal care the nature of the facts and the limits of critical judgment concerning individual. ഫാക്ട്സ് പറയണം, പക്ഷെ അതേസമയം വളച്ചൊടിച്ച സത്യങ്ങളോ മറ്റൊരാളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന രീതിയിലോ നമ്മൾ പറയാനായിട്ട് പാടുള്ളതല്ല. They should not stoop to defamation. അതായത് ഒരാളെ ഡിഫെയിം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ താഴാനായിട്ട് പാടുള്ളതല്ല. ഇപ്പം ഇതുവരെ നമ്മൾ എന്താണ് കണ്ടത്? CCC 2504, you shall not bear false witness against your neighbor. Christ's disciples have put on new man created after the likeness of God in true righteousness and holiness. അതാണ് കാര്യം. നമ്മൾ ദൈവത്തിന്റെ സാദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ദൈവം സത്യമാണ്, സത്യത്തിന്റെ സോഴ്സാണ് നമ്മൾ കണ്ടത്. അതിനാൽ നമ്മളും സത്യത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. നമ്മൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളണം. 2505, truth or truthfulness is the virtue which consists in showing oneself true in deeds and truthful in words, guarding against duplicity, dissimulation and hypocrisy. അപ്പൊ ഇതാണ് നമ്മളുടെ കടമ. ഈ നന്മയാണ് നമുക്കുണ്ടാകേണ്ടത്, സത്യത്തിനും വേണ്ടി നിലകൊള്ളുക, അതുപോലെ അതിനെതിരായിട്ടുള്ള എല്ലാ ഡ്യൂപ്ലിസിറ്റിക്കും ഹിപ്പോക്രസിക്കും ഒക്കെ എതിരായിട്ട് നിലകൊള്ളുക. ഇതാണ് എല്ലാ ക്രിസ്ത്യന്റെയും കടമ. 2506, the Christian is not to be ashamed of testifying to our Lord in deed and word. Martyrdom is the supreme witness given to the truth of the faith. നമ്മൾ ആദ്യം കണ്ടതാണ്. സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന നമുക്ക് കടമയുണ്ട്. രക്തസാക്ഷിത്വമാണ് ഏറ്റവും മഹോന്നതമായ സത്യത്തിന് വേണ്ടിയുള്ള നിലകൊള്ളൽ. Respect for the reputation and honor of persons forbids all detraction and calumny in word and attitude. നമ്മൾ കണ്ടു എന്താണ് ഡിട്രാക്ഷൻ എന്ന് കണ്ടു. സത്യമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും അത് മറ്റുള്ളവരോട് അർഹതയില്ലാത്തവരോട് പറയുന്നത് ഡിട്രാക്ഷനാണ്. കലുമിനി നമ്മൾ കണ്ടു, നുണയായിട്ടുള്ള ഒരു കാര്യം പരത്തുന്നത്. അപ്പൊ ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നം, മറ്റുള്ളവരുടെ റെപ്യൂട്ടേഷൻ, ഓരോ മനുഷ്യന്റെയും അവകാശമാണ് അയാളുടെ റെപ്യൂട്ടേഷൻ, അതായത് റെസ്പെക്ട് ഫ്രം അതർ പീപ്പിൾ എന്നുള്ളത്. അപ്പം ഇതിനെതിരായിട്ടുള്ള ജസ്റ്റിസ്, അപ്പൊ റെപ്യൂട്ടേഷൻ എന്ന റൈറ്റ്, ആ ജസ്റ്റിസിനും അയാളുടെ നല്ല പേര് തകർക്കുമ്പോൾ പരസ്നേഹത്തിനെതിരായിട്ടുള്ള, ചാരിറ്റിക്കെതിരായിട്ടുള്ള തിന്മയും, ഈ രണ്ട് തിന്മയും നമ്മൾ ജസ്റ്റിസിനെതിരായിട്ടും ചാരിറ്റിക്കെതിരായിട്ടുമുള്ള തിന്മ ചെയ്യുന്നു, കലുമിനിയും ഡിട്രാക്ഷനും വഴി. പിന്നെ 2508 ലൈയിങ് കൺസിസ്റ്റ് ഇൻ സേയിങ് വാട്ട് ഈസ് ഫോൾസ് വിത്ത് ദ ഇന്റൻഷൻ ഓഫ് ഡിസീവിങ് വൺസ് നെയ്ബർ. നമ്മളുടെ അയൽക്കാരനെ ഡിസീവ് ചെയ്യുക, വഞ്ചിക്കുക, അല്ലെ പറ്റിക്കുക എന്നുള്ള ഉദ്ദേശത്തിലൂടെ സത്യത്തിന് എതിരായിട്ടുള്ള കാര്യം പറയുന്നത് നുണ. An offense committed against the truth requires reparation. നമ്മൾ കണ്ടു, ഈ പറഞ്ഞ നമ്മൾ 8 എണ്ണമാണ് ഇപ്പോൾ കണ്ടത്. ഇത് എല്ലാ ഒഫൻസുകൾക്കും പരിഹാരം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എങ്കിൽ മാത്രമേ ആ കടങ്ങൾ മോചിക്കപ്പെടുകയുള്ളൂ. ആ പരിഹാരം എന്ന് പറയുന്നത് എത്രമാത്രം ഈ സിന്നിന് ഗ്രാവിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ എത്രമാത്രം ഉപദ്രവം ഇതുകൊണ്ട് നമ്മൾ വരുത്തിയോ അതിന് പ്രപ്പോർഷനേറ്റ് ആയിട്ട് പരിഹാരം ചെയ്തിരിക്കണം. The golden rule helps one discern in concrete situations whether or not it would be appropriate to reveal the truth to someone who asks for it. ഇപ്പോൾ ഒരാൾ ചോദിച്ചാൽ ആ സത്യം ഇയാൾക്ക് വെളിപ്പെടുത്താൻ നമ്മൾ ബാധ്യസ്ഥരാണോ എന്നുള്ളതിന്റെ ഗോൾഡൻ റൂൾ എന്താണ്, അത് നമ്മൾ കണ്ടു. അതുകൊണ്ട് നന്മയാണോ ഉണ്ടാവുക, തിന്മയാണോ ഉണ്ടാവുക, എന്താണ് ഇതിന്റെ ഇന്റൻഷൻ? ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട്, അതീവ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സത്യമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു
തിന്മ, അയാളുടെ ഒരു തെറ്റ് നമ്മൾ പറയേണ്ടതെങ്കിൽ ഉപദ്രവങ്ങൾ ഒഴിവാക്കാൻ, നന്മ ഉണ്ടാകാനായിട്ട് ഇത് പറയണമെങ്കിൽ അത് പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ എന്താണ് ഇന്റൻഷൻ? നന്മ വരുത്തലാണോ, അതോ വെറുതെ ഒരാളെ വെറുതെ പേര് കളയുകയാണോ, അതോ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞു പരത്തുകയാണോ? അപ്പൊ ഇതായിരിക്കണം നമ്മളുടെ ഗോൾഡൻ റൂൾ. ഇനി 2511 ദ സാക്രമെന്റൽ സീൽ ഈസ് ഇൻവയലബിൾ, നമ്മൾ കണ്ടതാണ്. കുമ്പസാര രഹസ്യം ഒരു കാരണവശാലും പുറത്തു പറയാൻ പാടുള്ളതല്ല. പിന്നെ കോൺഫിഡൻസസ് പ്രജുഡീഷ്യൽ ടു അനദർ ആർ നോട്ട് ടു ബി ഡൈവേഴ്സ്ഡ്, ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. നമ്മൾക്കറിയാവുന്ന ഒരു സത്യം ഒരാളെ പറ്റി മറ്റൊരാളോട് പറഞ്ഞാൽ ഈ കേൾക്കുന്നയാൾക്ക് അയാളെ പറ്റി എന്താ പറയുക, പ്രജുഡിസ്ഡ് ആയിട്ട് അയാളുടെ ഡിസിഷനെയോ അയാളുടെ ജഡ്ജ്മെന്റിനെയോ ഒക്കെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ അങ്ങനെയുള്ള രഹസ്യങ്ങൾ നമ്മൾ വെളിപ്പെടുത്താനായിട്ട് പാടുള്ളതല്ല. 2512 സൊസൈറ്റി ഹാസ് എ റൈറ്റ് ടു ഇൻഫർമേഷൻ ബേസ്ഡ് ഓൺ ട്രൂത്ത്, ഫ്രീഡം ആൻഡ് ജസ്റ്റിസ്. വൺ ഷുഡ് പ്രാക്ടീസ് മോഡറേഷൻ ആൻഡ് ഡിസിപ്ലിൻ ഇൻ ദ യൂസ് ഓഫ് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് മീഡിയ. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ വല്ലാണ്ട് മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നു. അതുപോലെ ഈ മേഖലകളിൽ, ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി 8 കണ്ടത് ഏതൊക്കെയാണ് നമുക്കൊന്ന് പെട്ടെന്ന് കണ്ടുപോകാം. ഫോൾസ് വിറ്റ്നസ് ആൻഡ് പെർജറി നമ്മൾ കണ്ടു. ഒന്ന്, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്, കള്ളസാക്ഷ്യം പറയുന്നത്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ കൊടുക്കുന്നത്. പെർജറി ഒരു ഓത്തിന്റെ അണ്ടറിലാണെങ്കിൽ, നമ്മൾ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ അത് ഗ്രാവിറ്റി കൂടും. റാഷ് ജഡ്ജ്മെന്റ് നമ്മൾ കണ്ടു. മറ്റൊരാളെ പറ്റി അയാൾ തെറ്റുകാരനാണെന്ന് നമ്മൾ എവിഡൻസോ ബേസോ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് തീരുമാനിക്കുന്നു നമ്മൾ തന്നെ, അതാണ് റാഷ് ജഡ്ജ്മെന്റ്. ഡിട്രാക്ഷൻ നമ്മൾ കണ്ടു. സത്യമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും അത് അറിയാൻ അവകാശമില്ലാത്തവരോട് നമ്മളത് പറഞ്ഞാൽ സിൻ ഓഫ് ഡിട്രാക്ഷനായി. കാലുമിനി നമ്മൾ കണ്ടു, ഇല്ലാത്തൊരു കാര്യം അപവാദം പറയുന്നത്. ഫ്ലാറ്ററി, അഡുലേഷൻ ഓർ കംപ്ലയൻസ് നമ്മൾ കണ്ടു. തെറ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെ നമ്മൾ പൊക്കി പറയുന്നത് കൊണ്ട് ആ തിന്മ കണ്ടിന്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ അത് കേൾക്കുന്ന ഒരാളെ തിന്മയിൽ പെട്ടുപോവുകയോ ചെയ്താൽ അതാണ് ഇതുകൊണ്ട് വരുന്ന പ്രശ്നം. ബോസ്റ്റിംഗ് ഓർ ബ്രാഗിങ്, അതായത് നമ്മൾക്ക് ഉള്ളതിനേക്കാളും വലിയ നമ്മളാണെന്ന് പറയുന്നത്, സത്യത്തിന് നിരക്കാത്ത കാര്യം. ഐറണി നമ്മൾ കണ്ടു, അതായത് നമ്മൾ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വെറുതെ തമാശയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ക്യാരക്ടറിനെ മോശമാക്കാൻ വേണ്ടിയോ നമ്മളത് പറഞ്ഞാൽ അത് ഐറണി എന്നുള്ള ഒഫൻസായി മാറും. 8 ലൈയിങ്, നുണ പറയുന്നത്, ഡയറക്റ്റ് ഒഫൻസ് അഗെയിൻസ്റ്റ് ട്രൂത്ത് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ കണ്ടത്. ഇനി ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കുറേയും കൂടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ റെഫറൻസസ് തരാവുന്നതാണ്. സമയം 7:23. റെക്കോർഡിങ് വേണമെങ്കിൽ നിർത്തിക്കൂടെ? ഓക്കെ.